Hello YouTubers, welcome to Man and Machine. Man and Machine മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ ടൈറ്റിൽ നോക്കിയപ്പോൾ മനസ്സിലായി കാണും ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതേ അൺബോക്സിംഗ് വീഡിയോ ആണ്. Redmi 9A അതായത് ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു 7,000 റുപ്പീസിന് അകത്ത് വരുന്നൊരു ഫോണാണ്. 7,000 റുപ്പീസിന് ഏകദേശം നല്ലൊരു ഫീച്ചർ തന്നെ നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 7,000 റുപ്പീസിന് കൂടുതൽ ഫീച്ചറാണ് അവർ തരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ്, ഡീസൻ്റ് ആയിട്ടുള്ള സ്ക്രീൻ റെസൊല്യൂഷൻ, ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 6.53 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഹീലിയോ G25 എന്ന് വരുന്ന ഒരു പ്രോസസ്സറാണ് വരുന്നത്. ആ പ്രോസസ്സർ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സറാണ്. അപ്പോൾ ഒരു സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്കൊരു മീഡിയം സെറ്റിങ്സിൽ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്കതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ ഒരു 13 MB റിയർ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണ് 2GB 32GB വേരിയൻ്റ് ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും 2GB 32GB വേരിയൻ്റ് ആണ്. സീ ബ്ലൂ എന്നൊരു കളറാണ്. ഇപ്പോൾ കളർ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ പുറത്തെഴുതിയിരുന്നൊരു ബ്ലൂ കളർ എന്നായിരുന്നു. അപ്പോൾ ഡാർക്കാണോ അത് ലൈറ്റാണോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. എനിക്ക് പൊതുവേ ലൈറ്റാണ് ഇഷ്ടം. ഓക്കെ, ഇതിൽ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ്. കുഴപ്പമില്ല, എന്നാലും ഒരു സ്റ്റാൻഡേർഡ് ബ്ലൂ തന്നെയാണ്. കുറ്റം പറയാൻ മാത്രമായിട്ടുള്ള ഒന്നുമല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വലിയ സ്ക്രീനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. സോ നമുക്ക് ആദ്യം സ്ക്രീനിൻ്റെ പ്രൊട്ടക്ടർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. അതിനുശേഷം സ്ക്രീൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണയുള്ള സ്മാർട്ട് ഫോൺസിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇത്. 7,000 രൂപ ആയതുകൊണ്ട് ഒരു സ്ക്രീൻ സൈസ് കുറച്ചിട്ടില്ല. അതൊരു നല്ല കാര്യം തന്നെയാണ്. ബോഡി ഫീച്ചറായിട്ട് പറയുകയാണെങ്കിൽ ഒരു പവർ ബട്ടണും 2 വോളിയം ലോക്കേഴ്സും, പിന്നെ സൈഡിൽ ഒരു സിം ഇജക്റ്റിംഗ് സ്പേസും, പിന്നെ ഒരു മൈക്രോ USB-യും ഒരു ഓഡിയോ ജാക്കും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി ബോക്സിൻ്റെ അകത്ത് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ബോക്സിൻ്റെ അകത്ത് നമുക്ക് നോക്കാൻ നേരത്തെ ഒരു സിം ഇജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് അടങ്ങിയ ഒരു കാറ്റലോഗാണ്. ഓക്കെ, അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചാർജറിലോട്ട് വരാം. ഒരു സാധാ ചാർജറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരു ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല. 7,000 റുപ്പീസിന് ഫാസ്റ്റ് ചാർജിങ് പ്രതീക്ഷിക്കേണ്ട. ഒരു മൈക്രോ USB കേബിളാണ് വരുന്നത്. ഒരു ടൈപ്പ് C ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ഇനി നമുക്കിതിൻ്റെ സിം സ്ലോട്ട് ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിം സ്ലോട്ടാണ് വരുന്നത്. പിന്നെ നമുക്കൊരു SD കാർഡും ഇതിൻ്റെ അകത്ത് ഇടാം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഹൈബ്രിഡ് അല്ല, അപ്പോൾ അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനാണെങ്കിൽ ഇതിൻ്റെ ക്യാമാണ്. ക്യാം ഒരു ബമ്പി ക്യാമാണ്. ക്യാമിൻ്റെ മുകളിൽ എത്രത്തോളം പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്ന് അറിയില്ല. ഫ്രണ്ടിലൊരു നോച്ച് ക്യാമാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടപ്പിലേക്ക് പോകാം. ബൂട്ടപ്പും സെറ്റപ്പൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഫീച്ചറിനെ പറ്റി ചർച്ച ചെയ്യാം. അപ്പം ഫോൺ ബൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയാണ് നമ്മുടെ ടെസ്റ്റ് എല്ലാം ചെയ്യേണ്ടത്. ഗെയിം ടെസ്റ്റും ക്യാമറ ടെസ്റ്റും എല്ലാം. ഓക്കെ, ഇനിഷ്യലി നോക്കാൻ നേരത്ത് ഇവിടെ കുറച്ച് ലാഗ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നോട്ടിഫിക്കേഷൻ കാര്യമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യുകയാണ്. സാധാരണഗതിയെക്കാട്ടിയും നല്ല രീതിയിൽ ലാഗ് ഇവിടെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അത് എന്താണ് എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതുകൊണ്ട് കുറച്ച് ലാഗ് കുറയുന്നതായിട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ സ്റ്റക്കാവുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ആപ്സ് ഡൗൺലോഡ് ആവുന്നതുകൊണ്ടാവാം. നമുക്കപ്പോൾ ഒന്ന് പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് കയറി ആക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത് എനിക്ക് സ്റ്റക്ക് ഫീൽ ചെയ്തു. ഓക്കെ, നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് കയറി എന്തെങ്കിലും ഡൗൺലോഡ് ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 3GB തന്നെ എടുക്കുക. 2GB റാമിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ വളരെ ചാൻസസ് ഉണ്ട്.
സോ 3GB റാമിന് എനിക്ക് തോന്നുന്നു 800 രൂപ വ്യത്യാസം മാത്രമേ ഉള്ളൂ 2GB അപേക്ഷിച്ച്. അപ്പം 2GB 32GB മാറ്റി ഒരു 3GB 32GB പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ലാഗും സ്റ്റക്ക് ഇഷ്യൂ ഒക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ആവുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്റ്റക്ക് അനുഭവപ്പെട്ടത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൽ കയറി ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ കറൻ്റ്ലി MIUI 12.0.1 ആണ് ഇതിലെ വെർഷൻ. ഓക്കെ, ഇപ്പം നമുക്കൊരു ഡൗൺലോഡിങ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഡൗൺലോഡ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉള്ള സ്റ്റക്ക് ഇഷ്യൂ ഒക്കെ ഒന്ന് മാറും. അപ്പോൾ ആൻഡ്രോയിഡ് 10 ആണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് 10നെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് ആൻഡ്രോയിഡ് 10 എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെ. ഓക്കെ, പക്ഷേ MI സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇറക്കുന്നില്ല. ഈ ഒരു സോഫ്റ്റ്വെയർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ലാഗ് വീണ്ടും അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ MIUIയുടെ ലേറ്റസ്റ്റ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ലാഗ് ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സന്തോഷ വാർത്ത, ഒരു ലാഗ് ഇഷ്യൂ ഇല്ല, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ലാഗ് ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പേടിച്ചിരുന്നു ഈ ഫോൺ ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു പൊട്ട സെറ്റാണോ ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന്. ഒരിക്കലും അല്ല, നല്ലൊരു സെറ്റ് തന്നെയാണ്. സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോണിലും ഇതേപോലുള്ള ലാഗ് ഇഷ്യൂസ് അപ്ഡേറ്റിലൂടെ മാറും. പൊതുവായിട്ട് ഇത് OnePlus സീരീസ് ഫോണുകളിൽ കണ്ടുവരുന്നൊരു കാര്യം തന്നെയായിരുന്നു. അപ്ഡേറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൂടും. അപ്പോൾ ഈ ഒരു ഫോണും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതെടുക്കാം. ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് ആദ്യം അനുഭവപ്പെടുന്ന ലാഗ് മാറുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എത്ര റെസൊല്യൂഷനിൽ ഇത് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നല്ല ഐശ്വര്യമായിട്ട് നല്ലൊരു വീഡിയോ ഒന്ന് എടുക്കാം. നോക്കട്ടെ നല്ല വീഡിയോ ഏതുണ്ട്. നല്ല വീഡിയോ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഐശ്വര്യമുള്ളൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ടും 720p റെസൊല്യൂഷനിൽ നമുക്കിതിൽ വീഡിയോ പ്ലേ ചെയ്യാം. 180pയിൽ അവൈലബിൾ അല്ല. അപ്പോൾ 720pയിൽ നല്ലൊരു വീഡിയോ ആൻഡ് ഓഡിയോ ഔട്ട്പുട്ട് ഈ ഒരു ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഗെയിം ടെസ്റ്റാണ്. നമുക്കിവിടെ COD ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് ഗെയിം എങ്ങനെയുണ്ട് ഇതിലെ എക്സ്പീരിയൻസ് എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇനിഷ്യലി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഗെയിം വന്നിട്ടുണ്ട്. എടുത്തപ്പോൾ തന്നെ ഒരു 30 സെക്കൻഡ് അത് ഗെയിം ലോഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കളിച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരല്പം ലാഗ്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഇതൊരു 7000 രൂപയ്ക്കകത്തുള്ള സെറ്റാണ്, ഒരു ഗെയിമിംഗ് സെറ്റല്ല. സോ ഈ ഒരു ചെറിയ ലാഗ് വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ കരുതുന്നില്ല. ഗെയിം കളിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, എന്നാലും ഒരു അല്പം ലാഗ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ലാഗ് വലുതായിട്ട് അനുഭവപ്പെടുന്നില്ല. അത് നല്ലൊരു വളരെ ഗുഡായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു ആവറേജ് ലെവലിലുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗെയിമിങ്ങിന് വേണ്ടിയുള്ളൊരു ഫോണല്ലെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. അപ്പോൾ
അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ സ്ട്രോങ്ലി പറയുന്നത് ഓൺലൈൻ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്കും ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള, അതായത് മിനിമൽ യൂസായ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവർക്കും പറ്റിയ ഒരു ഫോൺ തന്നെയാണിത്. അപ്പോൾ സ്കൂള് തുറക്കാത്ത ഈ സാഹചര്യം ഓൺലൈൻ ക്ലാസ് ആശ്രയിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ഫോണ് നല്ലതായിരിക്കും. കാരണം അവർക്ക് വേണ്ട എല്ലാ എൻ്റർടൈൻമെൻറ്റ് ഫീച്ചറും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു ഫോണ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് ഉള്ള കുട്ടികൾക്ക് ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാവുന്ന നല്ലൊരു സെറ്റ് തന്നെയാണ് റെഡ്മി 9A എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രണ്ട് ക്യാം ക്വാളിറ്റി ഇത്രയാണ്. അപ്പോൾ വളരെ കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ ഫ്രണ്ട് ക്യാമിൻ്റെ ക്വാളിറ്റിയെ പറ്റി. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് റെഡ്മി 9Aയുടെ ബാക്ക് ക്യാം ഔട്ട്പുട്ട്. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഇതാണ്. അതോടൊപ്പം തന്നെ ഓഡിയോ, ഈ ഫോണിലെ ഓഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും മനസ്സിലാവും. റെഡ്മി 9Aയുടെ ഫ്രണ്ട് ക്യാമിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആദ്യത്തെ 2 ഫോട്ടോ ബ്രൈറ്റ് കണ്ടീഷനും അടുത്ത 2 ഫോട്ടോ ഡാർക്ക് കണ്ടീഷനിലും എടുത്തതാണ്. ഇനി ഇതിൻ്റെ ബാക്ക് ക്യാമിൻ്റെ ക്വാളിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബാക്ക് ക്യാമിലെടുത്ത കുറച്ച് വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആവറേജ് ഔട്ട്പുട്ട് എന്ന് പറയാം. റെഡ്മി 9Aയുടെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 6.53 ഇഞ്ച് ഹ്യൂജ് ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൊസസ്സർ MediaTek Helio G25. ഫ്രണ്ട് ക്യാം 5 MBയും റിയർ ക്യാം 13 MBയും 2GB ആൻഡ് 3GB വേരിയൻറ്റ് ആൻഡ് 32GB സ്റ്റോറേജ്. ബാറ്ററി കപ്പാസിറ്റി 5000 mAhും. പിന്നെ ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് നല്ലൊരു സ്ക്രീനാണ്. IPS LCD കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. അതോടൊപ്പം തന്നെ റെസൊല്യൂഷൻ 720x1600 പിക്സൽസ് ആണ് വരുന്നത്. 20:9 റേഷ്യോയിലാണ്. 269 ppi ഡെൻസിറ്റി, 400 nits ടൈപ്പ് ബ്രൈറ്റ്നസ്സും ആണ് വരുന്നത്. അപ്പോൾ 400 nits വരുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെ നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടും. ബാക്ക് ക്യാം ഉപയോഗിച്ച് 720p ആൻഡ് 180p 30 fps ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റെഡ്മി 9Aയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റെഡ്മി 9A ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ്. ഒരു ഡീസൻറ്റ് ക്യാമറയും അതോടൊപ്പം തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പും തരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഗെയിമിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോണുകൾ ഗെയിമിങ്ങിന് വേണ്ടിയുള്ളതല്ല. ഗെയിമിങ്ങിന് വേണ്ടി പ്രത്യേക ഫോണുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ മാത്രം ഗെയിം കളിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡീസൻറ്റ് ഔട്ട്പുട്ട് തന്നെ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള റെഡ്മി 9Aയിൽ എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോസും അതോടൊപ്പം തന്നെ റെഡ്മി 9Aയിൽ എടുത്ത സെൽഫി ക്യാമിൻ്റെ വീഡിയോസും ബാക്ക് ക്യാമിൻ്റെ വീഡിയോസും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഔട്ട്.